എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ ബട്ടർസ്കോച്ച് ഐസ്ക്രീമിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. വീട്ടിൽ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തുക. ആദ്യം ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ബട്ടർസ്കോച്ചിൻ്റെ പ്രലൈൻ ഉണ്ടാക്കണം. പ്രലൈൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഐസ്ക്രീം കഴിക്കുമ്പോൾ ഇങ്ങനെ കടിക്കില്ലേ ഇടയ്ക്കിടയ്ക്ക്, അതാണ് ഈ പ്രലൈൻ എന്ന് പറയുന്നത്. അതിന് വേണ്ടത് ഈ 3 കാര്യങ്ങളാണ്. കുറച്ച് നട്ട്സ്, ഒരു 1/2 കപ്പോളം നട്ട്സും 1/2 കപ്പ് പഞ്ചസാരയും ഒരു 2 ടേബിൾ സ്പൂൺ ബട്ടറും. ആദ്യം ഈ നട്ട്സ് നമുക്കൊന്ന് വറുത്തിട്ട് പൊടിച്ചെടുക്കണം. ബദാം തന്നെ ഉപയോഗിക്കണം എന്നൊന്നും ഒരു നിർബന്ധമില്ല. നിലക്കടലയായാലും ഒരു കുഴപ്പമില്ല, ഏതെങ്കിലും ഒരു നട്ട്സ് വേണമെന്നേ ഉള്ളൂ. ഇതൊന്ന് വറുത്ത് നല്ലപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. ഫൈനായിട്ട് പൊടിക്കണ്ട, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് എടുത്താൽ മതി. എന്നിട്ട് അതവിടെ മാറ്റി വയ്ക്കാം. ഇനി ചെയ്യേണ്ടത്, ഒരു പാൻ എടുത്ത് അതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുക. എന്നിട്ട് ലോ ഫ്ലെയിമിലിട്ട് നമുക്കിത് അലിയിച്ചെടുക്കണം. കാരമൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇളക്കി കൊടുക്കുകയൊന്നും വേണ്ട, താനേ അലിഞ്ഞു വന്നോളും. നല്ല ഫൈനായിട്ട്, ഇപ്പോൾ നല്ലോണം അലിഞ്ഞിട്ടില്ല, കുറച്ച് നേരം കൂടി വെയിറ്റ് ചെയ്യണം. കണ്ടില്ലേ, നല്ല പോലെ അലിഞ്ഞ് നല്ല ബ്രൗൺ കളറ് വന്നു. ഇനി ചെയ്യേണ്ടത്, അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടർ, 2 ടേബിൾ സ്പൂൺ മാത്രം മതി. റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ ആയിരിക്കണം, അത് മാത്രമേ ശ്രദ്ധിക്കേണ്ടുള്ളൂ. എന്നിട്ട് നല്ല സ്പീഡിൽ ഇളക്കി കൊടുക്കുക. അപ്പോൾ അതും അതിലേക്ക് യോജിച്ച് കഴിഞ്ഞാൽ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള നട്ട്സ് ഇല്ലേ, ആ നട്ട്സ് പൊടിച്ചത് ഇതിലേക്കിട്ട് ഇനി നല്ല സ്പീഡിൽ ഇളക്കണേ. പതുക്കെയല്ല, കാരണം പെട്ടെന്ന് അത് ടൈറ്റായിട്ട് വരും. അപ്പോൾ നല്ല സ്പീഡിൽ ഇളക്കി കൊടുക്കുക. ഇനി ഇതിപ്പോൾ റെഡിയായി കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഇതേ ഒരു ചൂടോടുകൂടി തന്നെ പെട്ടെന്ന് ഇതുപോലെ എന്തെങ്കിലും ഒരു പ്രതലത്തിലേക്ക് ഒരു കുറച്ച് എണ്ണ തടവിയിട്ട് അതിൻ്റെ മുകളിലേക്ക് ഇത് തേച്ച് കൊടുക്കുക. എന്നിട്ട് അങ്ങോട്ട് പരത്തിയിടുക. അവിടെ സ്പീഡ് ചെയ്യണം, തണുത്താൽ പിന്നെ അത് ഒട്ടിപ്പിടിച്ചിട്ടുണ്ടാവും, പിന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. ഈ ചൂടോടുകൂടി തന്നെ നമ്മൾ വേഗം അത് പരത്തിയിടുക. കുറച്ച് സമയം കഴിയുമ്പം അത് നല്ലപോലെ സെറ്റായിട്ട് വരും. സെറ്റായാൽ നമുക്കത് അവിടുന്ന് ഇങ്ങനെ പറിച്ചെടുക്കാൻ വേണ്ടിയില്ല, ഇതുപോലെ നമ്മുടെ നല്ല കട്ടിയായി വന്നിട്ടുണ്ടാകും. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മൾ എവിടെയാണോ പരത്തിയിരുന്നത് അവിടെ കുറച്ച് ഓയിൽ എന്തെങ്കിലും തടവണേ. പറ്റില്ല, നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് പൊട്ടുന്ന രീതിയിൽ ഇത് കിട്ടും. അപ്പോൾ ഇതാണ് ഈ പ്രലൈൻ എന്ന് പറയുന്ന കാര്യം. ഇനി നമ്മളിത് നല്ല പോലെ ഒന്ന് പൊടിച്ചെടുക്കുക. വെറുതെ ഇതൊഴിച്ചിട്ടൊന്ന് അടിച്ചാൽ മതി. അപ്പോൾ അത് നല്ല ഫൈൻ പൊടിയായിട്ട് വരും. ഇതാണ് നമ്മൾ ഈ ഐസ്ക്രീമിനകത്ത് ഇങ്ങനെ കടിക്കാൻ കിട്ടുന്നത്. ഇത് തന്നെയാണ് ബട്ടർസ്കോച്ച് കേക്കിലും പുഡിങ്ങിലും ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്ന പ്രലൈൻ എന്ന് പറയുന്നത്. ഇനി വേണ്ടത് 1 കപ്പ് വിപ്പിംഗ് ക്രീമാണ്. ഏത് ബ്രാൻഡിൻ്റെ ആയാലും കുഴപ്പമില്ല, അത് തണുത്ത ക്രീമായിരിക്കണം എന്നേ ഉള്ളൂ. അതിലേക്ക് 1 ടീസ്പൂൺ ബട്ടർസ്കോച്ചിൻ്റെ എസൻസും ഒഴിക്കുക. എന്നിട്ട് അത് നല്ല പോലെ ബീറ്റ് ചെയ്തെടുക്കുക. നല്ല സ്റ്റിഫ് പീക്ക് ആവുന്നത് വരെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. ബൗളും വിസ്കും ഒക്കെ തണുത്തിരിക്കണം, എന്നാലേ അങ്ങനെ കിട്ടൂ. ക്രീം നല്ല സ്റ്റിഫായി വന്നതിന് ശേഷം, കണ്ടില്ലേ, ഇപ്പോൾ നല്ല സ്റ്റിഫായി, ഇതിലേക്ക് ഇനി കണ്ടൻസ്ഡ് മിൽക്കാണ് ചേർക്കേണ്ടത്. ഇതിപ്പം മിഠായി മേറ്റിൻ്റെ ഒരു 200 ഗ്രാമിൻ്റെ ടിന്നാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ഒരു 1/4 ഭാഗം ഒഴിച്ചാൽ മതി. മുഴുവൻ ഒഴിച്ചാൽ ഭയങ്കര മധുരമായിരിക്കും. അപ്പോൾ 1/4 ഭാഗം ഒഴിക്കുക. നിങ്ങൾ മധുരം നോക്കുക, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കുക. അപ്പോൾ അതും മിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള പ്രലൈൻ ചേർത്ത് പതുക്കെ ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. ഭയങ്കര സ്പീഡിൽ കുത്തി ഇളക്കരുത്, ജസ്റ്റ് പതുക്കെ ഒന്ന് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് എടുക്കുക. അതെല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ ഫോൾഡ് ചെയ്തെടുക്കുക. അപ്പോൾ അതിൻ്റെ അളവ് എന്ന് പറഞ്ഞാൽ ഇത്ര ചേർക്കണം എന്നൊന്നുമില്ല. നിങ്ങൾക്ക് നന്നായിട്ട് കടിക്കാൻ കിട്ടണമെങ്കിൽ കൂടുതൽ ചേർക്കാം, അധികം വേണ്ടെങ്കിൽ കുറച്ച് ചേർത്താൽ മതി. അപ്പോൾ ഇതും നമ്മൾ യോജിച്ച് കഴിഞ്ഞു. ഇനി ഒന്നുമില്ല, നമുക്കിതൊന്ന് തണുപ്പിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നർ എടുക്കുക. അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ക്രീമിൻ്റെ മിക്സ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ല പോലെ അടച്ചു വയ്ക്കുക. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒട്ടും എയർ കടക്കാതെ നോക്കുക. പിന്നെ ഈ വേണമെങ്കിൽ റാപ്പ് വെച്ച് കവർ ചെയ്ത് അടച്ചാൽ നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഇത് നമ്മൾ നല്ല നീറ്റാക്കി വെച്ചിട്ട് ഫ്രീസറിൽ വയ്ക്കുക. ഫ്രീസറിൽ എന്തായാലും ഒരു ഓവർനൈറ്റ് എന്തായാലും വെക്കണം. അതിൽ കൂടുതൽ വെച്ചാൽ നല്ലതെന്നേ പറയുള്ളൂ. ഇപ്പോൾ ഇത് റെഡിയായി കഴിഞ്ഞു, അതാണ് കാണിക്കുന്നത്. റെഡിയായി കഴിഞ്ഞിട്ടുള്ള ഐസ്ക്രീമാണ്. നല്ല ഒരു ഐസ്ക്രീമാണ്, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇപ്പോൾ കടയൊക്കെ ഇല്ലാത്ത സമയമല്ലേ, അന്നേരം നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കുകയാണെങ്കിൽ അതല്ലേ നല്ലത്. ഇനി ഐസ്ക്രീമിൻ്റെ മുകളിൽ ബാക്കിയുള്ള പ്രലൈൻ്റെ കുറച്ചിട്ട് കൊടുത്താൽ കാണാനൊരു ഭംഗിയായിരിക്കും. നിർബന്ധമൊന്നുമില്ല, വേണമെങ്കിൽ ചെയ്താൽ മതി.
അപ്പോൾ ഇത് നമ്മുടെ ഐസ്ക്രീം റെഡിയായി കഴിഞ്ഞു. ഒരു അടിപൊളി ഐസ്ക്രീമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, അതുപോലെ ഷെയർ ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെല്ലൈക്കൺ അമർത്തിയാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് ലഭിക്കും. താങ്ക്